ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. യഹൂദ രാജാവായ ആഹാസിനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. അദ്ദേഹം 16 വർഷം രാജ്യം ഭരിച്ചു. എന്നാൽ പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. പലപ്പോഴും ദാവീദിനെ പോലെ ആയിരുന്നില്ല എന്ന് പലരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് ദൈവത്തിലുള്ള സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ആ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പിൽക്കാലങ്ങളിൽ വന്ന രാജാക്കന്മാരെ മിക്കവാറും പേരൊക്കെയും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യവിശ്വാസത്തെ പരിത്യജിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആകാശ രാജാവ് തൻ്റെ മകനെ വരെ ബലിയായി അർപ്പിച്ച നരഹത്യയ്ക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ പോലും ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ജാതികളുടെ മ്ലേച്ഛത എത്രമാത്രം ഇസ്രായേൽ ജനത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് സിറിയൻ രാജാവായ റെസീനും ഇസ്രായേൽ രാജാവായ പെക്കഹും കൂടി ഇദ്ദേഹത്തോടെ ആകാശ രാജാവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തെ ജയിക്കാൻ സാധിച്ചില്ല. വീണ്ടും അവർ യുദ്ധം ചെയ്യുമെന്ന് ഭയപ്പെട്ടിട്ട് ഇദ്ദേഹം ചെന്ന് അസീറിയൻ രാജാവായ തിഗ്ലത്ത്-പിലേസറിനെ കാണുകയും തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രായശ്ചിത്തമായി തൻ്റെ കൊട്ടാരത്തിലെ സ്വർണവും വെള്ളിയും കാഴ്ച വസ്തുക്കളും എല്ലാം അദ്ദേഹത്തിന് കൊണ്ട് കാഴ്ചയർപ്പിക്കുന്നതായി നമ്മളിവിടെ കാണുകയാണ്. കാരണം തൻ്റെ ആ രാജ്യത്തും പിടിച്ചു നിൽക്കുവാൻ മറ്റ് രാജാക്കന്മാർ തന്നെ ഉപദ്രവിക്കുക എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഈ തിഗ്ലത്ത്-പിലേസർ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അസീറിയൻ ഈ രാജാവ് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ചെയ്തതായ പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. ആരാധനയിൽ ദൈവാലയത്തിൽ വലിയ മാറ്റം അദ്ദേഹം അവിടെ ചെയ്യുകയാണ്. യഹോവയുടെ ബലിപീഠം മാറ്റിക്കളഞ്ഞിട്ട് പകരം മറ്റൊരു ബലിപീഠം അവിടെ പണിയുകയും ആരാധനകളിൽ പോലും വിശ്വാസത്തിൽ പോലും വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. മാത്രമല്ല ദേവാലയത്തിലെ ഭണ്ഡാരത്തിലെ തുകകളൊക്കെയും അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു. വിശ്വാസത്യാഗം അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ശിശുബലി ഒക്കെ അവിടെ നടക്കുന്നു. അങ്ങനെ അസീറിയൻ രാജാവിന് അദ്ദേഹം കീഴ്പ്പെടുന്നതായ ഒരു സാഹചര്യം അവിടെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അസീറിയൻ ദേവന്മാരെയൊക്കെ ഇദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു. പ്രിയമുള്ളവരെ, നാം സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ പൈശാചിക ശക്തികൾ എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് മറ്റുള്ള വിജാതികളുമായി സ്നേഹബന്ധത്തിലൊക്കെ നമുക്ക് ഏർപ്പെടാം, അവരോട് നമുക്ക് സഹകരിക്കാം സാമൂഹിക ജീവിതത്തിൽ. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച എന്നുള്ളത് ഒരിക്കലും സഭ അനുവദിക്കുന്നില്ല, കർത്താവും ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഒരിക്കൽ യഹൂദന്മാർ വന്ന് യേശുവിനോട് വന്ന് തലവലി ചോദിക്കുന്നുണ്ട്. 2 ദിദ്രഹ്മപ്പണം എല്ലാ വർഷവും അവരെ ദേവാലയത്തിൽ കൊടുക്കേണ്ടതായ നികുതിയാണ്. 12 വയസ്സ് പ്രായപൂർത്തിയായ ഏത് യഹൂദനും വർഷത്തിലൊരിക്കൽ 2 ദീനാറോ അവിടെ തലവലിയായിട്ട് നൽകണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനോട് ശാസ്ത്രീയപരീശന്മാർ വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ഗുരു എന്താ അടയ്ക്കാത്തത്? അപ്പോൾ പത്രോസ് വന്ന് യേശുവിനോട് പറയുകയും കർത്താവ് പറഞ്ഞു, നീ കടലിൽ പോയി ചൂണ്ടലിടുക, കർത്താവിൻ്റെ കയ്യിൽ പണമില്ല. ചൂണ്ടലിട്ടപ്പോൾ ഒരു ദിദ്രഹ്മപ്പണം അവിടെ ലഭിച്ചു. 4 പണം അവിടെ ലഭിച്ചു. 2 യേശുവിന് വേണ്ടിയും 2 പത്രോസിന് വേണ്ടിയും അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. യേശുവിന് ദേവാലയ നികുതി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അവൻ ദൈവമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നാം മുഖാന്തരം അവർക്കൊരു ഇടർച്ച അവിടെ ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. നമ്മളും സാമൂഹിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ പല കാര്യങ്ങളിലും നമുക്കൊരു കോംപ്രമൈസ് മനോഭാവം ഉണ്ടാകാം.
പക്ഷെ അത് വിശ്വാസപരമായ കാര്യങ്ങളിലാവില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. ഇത് കഴിക്കാതെ നിങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ന് വരെ കർത്താവിനെ അനുഗമിച്ച അനേകം ആളുകൾ കർത്താവിനെ വിട്ടുപോയി. നമ്മളാരും നരഭോജികളല്ലല്ലോ. ശരീര രക്തങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പറയാൻ. അപ്പോൾ കർത്താവോട് പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകണമോ? എന്നാൽ നിങ്ങൾക്കും പോകാം, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യത്യാസമില്ല. കാരണം അത് വിശ്വാസകാര്യമാണ്, അടിസ്ഥാനപരമായ കാര്യമാണ്. അത് കഴിക്കാതെയും പാനം ചെയ്യാതെയും നിത്യജീവൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് സമൂഹം പണങ്ങി, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതുവരെ എന്നെ അനുഗമിച്ച ധാരാളം ആളുകൾ വിട്ടുപോകുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം, നമ്മുടെ കർത്താവ് അവിടെ ഒരിക്കലും ഒരു കോംപ്രമൈസിന് അവിടെ തയ്യാറാവുന്നില്ല. പോകേണ്ടവർക്കൊക്കെ പോകാം, കാരണം അത് അടിസ്ഥാനപരമായ കാര്യമാണ്, വിശ്വാസപരമായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല വിട്ടുവീഴ്ചകളും സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. സംഭാവനകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ സത്യവിശ്വാസത്തെ നമ്മൾ പരിത്യജിക്കുവാൻ പാടില്ല. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും. നമ്മുടെ സ്ത്രീഹന്മാരൊക്കെ, കർത്താവിൻ്റെ സ്ത്രീഹന്മാരൊക്കെ അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ ധാരാളം രക്തസാക്ഷികൾ അങ്ങനെയാണ് സഭയിലുണ്ടായ വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. അല്ല, ഭൗതിക കാര്യങ്ങളിലല്ല അവരൊക്കെ വധിക്കപ്പെട്ടത്, വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. അപ്പോൾ പിതാക്കന്മാരാൽ, കർത്താവ് മുഖാന്തരം, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചതായ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ ഒരു ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനു മുമ്പുള്ള പല രാജാക്കന്മാരും ജനത്തെ പ്രീതിപ്പെടുത്തുവാനും മറ്റ് രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുവാനും ഒക്കെയാണ് സത്യവിശ്വാസത്തെ അവർക്ക് പരിചയിക്കേണ്ടി വരുന്നത് നമുക്കറിയാം. അതൊക്കെ വലിയ പാപമായി അവർക്കും അവരുടെ തലമുറകൾക്കും രാജ്യങ്ങൾക്കും ശാപമായൊക്കെ വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കാതെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.